ഈ കാണുന്ന വിവാദങ്ങളെല്ലാം സിനിമയുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ഉപാധി മാത്രമാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ഒരു തീമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് അവര് പൃഥ്വിരാജ് ചിത്രീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. അതിനെ കട്ട് ചെയ്യാനുള്ള ഒന്നുമില്ല. അതൊക്കെ എനിക്കത് വലിയ ബോറായിട്ട് തോന്നിയില്ല. സിനിമയുടെ രൂപത്തിലെടുക്കുന്നതല്ലേ നല്ലത്. അത്രയ്ക്ക് തന്നെ കാണിച്ചിട്ടുള്ളൂ, കൂടുതലൊന്നും കാണിച്ചിട്ടില്ല. സിനിമയല്ല, സിനിമയുടെ രീതിയിൽ ആണ്, അല്ലാണ്ട് മറ്റുള്ള രാഷ്ട്രീയം കൂട്ടി കളത്തല്ല. സിനിമ തന്നെയാണ്. പിന്നെ നമ്മുടെ ദൃശ്യം അങ്ങനെ സിനിമ കണ്ടില്ല. സിനിമയാണ്. സിനിമയുടെ രീതിയിൽ കാണുമ്പോഴല്ലേ സിനിമയാവുള്ളൂ. പൃഥ്വിരാജ് സുകുമാരൻ എന്ന മലയാള സിനിമയിലെ മുൻനിര നടൻ സംവിധായകന്റെ കുപ്പായമണിഞ്ഞ ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടി വളരെ വലിയ രീതിയിലാണ് മലയാളികൾ കാത്തിരുന്നത്. എന്നാൽ സിനിമയുടെ പ്രദർശനത്തിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് പൃഥ്വിരാജും മോഹൻലാൽ അടക്കമുള്ള നടന്മാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത് കലാപം എന്ന രാഷ്ട്രീയ വിഷയത്തെ വളരെ ശക്തമായി വിമർശിക്കുന്ന എമ്പുരാൻ എന്ന സിനിമയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്? കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾക്ക് കിട്ടാത്ത എന്ത് സെൻസർ കട്ടിംഗ് ആണ് എമ്പുരാൻ പോലുള്ള സിനിമകൾക്ക് ആവശ്യമായിട്ടുള്ളത്? ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഞങ്ങൾ എന്തായാലും വീണ്ടും കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് കണ്ടു, ഇനി വീണ്ടും ആ കട്ട് ചെയ്ത ഭാഗങ്ങള് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും കാണുന്നതാണ്. ആദ്യം കണ്ടതിൽ എന്താണ് അഭിപ്രായം? രാഷ്ട്രീയം എത്രത്തോളം പറയുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്? അങ്ങനെയല്ല, ഇത് സിനിമയല്ല. സിനിമയുടെ രീതിയിൽ ആണ്, അല്ലാണ്ട് മറ്റുള്ള രാഷ്ട്രീയം കൂട്ടി കളത്തല്ല. സിനിമ തന്നെയാണ്. പിന്നെ നമ്മുടെ ദൃശ്യം അങ്ങനെ സിനിമ കണ്ടില്ല. സിനിമയാണ്. സിനിമയുടെ രീതിയിൽ കാണുമ്പോഴല്ലേ സിനിമയാവുള്ളൂ. മോഹൻലാൽ ഇതിനെതിരെ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. അതിനോട് എത്രത്തോളാണ് വിയോജിക്കുന്നത്? അദ്ദേഹം നമുക്ക് വേണ്ടി, ആരാധകർക്ക് വേണ്ടി മാപ്പ് പറഞ്ഞാൽ വിചാരിക്കുന്നു. ആരാധകർക്ക് വേണ്ടി മാപ്പ് പറയുമ്പോൾ സിനിമയെ കാണാൻ എന്തുകൊണ്ടാണ് ആരാധകർക്ക് കഴിയാത്തത്? അത് കുറച്ച് ഭൂരിപക്ഷം ആളുകളുള്ളൂ, എല്ലാ ആളുകളില്ല. കുറച്ച് എല്ലാത്തിലും ഉണ്ടല്ലോ, നല്ല പോട്ടെ. കുറച്ച് ആളുകൾ എന്ത് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഭൂരിഭാഗം ആളുകൾ ഗവൺമെന്റ് ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. മുഖ്യമന്ത്രി പോയി കണ്ടു, അല്ല നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പോയി കണ്ടു. അവരൊക്കെ അവരാരും പടത്തിന് മോശം പറഞ്ഞിട്ടൊന്നുമില്ലേ. നന്നായിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടാ. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ലൂസിഫറിനേക്കാൾ അത്രയ്ക്കല്ല, എങ്കിലും നല്ലൊരു ഫിലിമായിരുന്നു കണ്ടിരിക്കുക കേട്ടോ. കട്ട് ചെയ്യാനുള്ള ഒന്നുമില്ല. അതൊക്കെ എനിക്കത് വലിയ ബോറായിട്ട് തോന്നിയില്ല. നന്നായിട്ടുണ്ടായിരുന്നു. തിരക്കില്ലാത്തൊരു ഫിലിം. രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ട് താല്പര്യം, അതൊന്നും അത്ര വലിയൊരു രാഷ്ട്രീയത്തിനൊന്നും പറയാനില്ലേ. ഒരു എന്റർടൈം അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു. കട്ട് ചെയ്യണ്ട. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. അടിപൊളി സിനിമയാണ്. ഒരു രക്ഷയില്ല. നെഗറ്റീവ് പറയുന്ന കേട്ടൊന്നും സിനിമ കാണാതിരിക്കരുത്. ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ മിസ് ചെയ്യണേ. അടിപൊളിയായിട്ട് തന്നെ പൃഥ്വിരാജ് ഡയറക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിവാദങ്ങളൊക്കെ വെറുതെയാണ്. അത് സിനിമയായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് പറയാനുള്ളത്. റിയൽ ലൈഫായിട്ട് കുറച്ച് സാമ്യത ഉണ്ടെങ്കിൽ സിനിമയിൽ തുറക്കന്നെ എഴുതി കാണിക്കുന്നുണ്ട് സാങ്കല്പിക കഥയാണെന്ന്. അപ്പൊ അതുപോലെ തന്നെ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ യാതൊരു വക പ്രശ്നങ്ങളും ഇല്ല. ഇത് നല്ല ഒരു തീമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് അവര് പൃഥ്വിരാജ് ചിത്രീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. അതിനെ ഇതിനെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നവര് അവരതിനെ ശരിയായിട്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്തതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു കലാപരമായ സിനിമയാണ്, എല്ലാവരും കാണേണ്ടതാണ്. മോഹൻലാൽ അത് പറയേണ്ട കാര്യമില്ലേ? മോഹൻലാല് എല്ലാ കലാകാരന്മാരും തുല്യരായി കണ്ടുകൊണ്ട് അവരുടെ ടീമിനോട് ചെയ്യുന്ന ദ്രോഹമാണത്. അങ്ങനെ മോഹൻലാൽ ഒരിക്കലും പറയാൻ പാടില്ല. സിനിമയുടെ രൂപത്തിലെടുക്കുന്നതല്ലേ നല്ലത്. അത്രയ്ക്ക് തന്നെ കാണിച്ചിട്ടുള്ളൂ, കൂടുതലൊന്നും കാണിച്ചിട്ടില്ല. ലൂസിഫർ അല്ല എന്തായാലും എമ്പുരാൻ. ഇനി എന്തായാലും തേർഡ് പാർട്ട് കണ്ടേ പറ്റും. ലൂസിഫർ സിനിമ ഇറങ്ങുമ്പോൾ ഇതൊരു എബ്രഹാം ഖുറേഷിയുടെ കഥയായിരിക്കും സെക്കൻഡ് പാർട്ട് എന്നായിരുന്നു. എന്നാൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അങ്ങനെ ആയിരുന്നു അവർ എൻഡ് ചെയ്തത്. ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? രാഷ്ട്രീയം വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ സിനിമയ്ക്കെതിരെ. രാഷ്ട്രീയം വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം സിനിമ ഒരു എന്റർടൈൻമെന്റ് പേർപ്പസ് ആയിട്ട് എടുത്താൽ മതി. ഒരാളെ അവർ ഹേർട്ട് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. സോ നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടാൽ മതി. തേർഡ് പാർട്ട് കൂടി ഉണ്ടല്ലോ, അടിപൊളിയായിരിക്കും. പൃഥ്വിരാജിനെ മാത്രം ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് കൂടുതൽ നടന്നുകൊണ്ട് വരുന്നത്. അതിനോട് എന്താണ്? അതുണ്ടാവുമല്ലോ, പേടിയുണ്ടാവും ചിലപ്പോ, അതുകൊണ്ടായിരിക്കും. ഈ കാണുന്ന വിവാദങ്ങളെല്ലാം സിനിമയുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ഉപാധി മാത്രമാണ്. ഇതിനകത്ത് ഈ പറയുന്നതായ ഇഷ്യൂസുകളൊന്നുമില്ല. ഇതൊക്കെ വെറുതെ സിനിമാക്കാർ. പിന്നെ ഇതിനകത്ത് മെയിൻ ഒരു ഘടകം, സിനിമ കാണാൻ ആളുകൾക്ക് നേരം കിട്ടണില്ല. അതിനകത്ത് ഹിന്ദി പറയുന്നു, ഹിന്ദിയുടെ മലയാളം എഴുതി കാണിക്കുന്നത് അത് വായിക്കാൻ നിൽക്കുകയാണ് ആളുകൾ. അതുമാതിരി ഇംഗ്ലീഷ് പറയുന്നു, ഇംഗ്ലീഷ് വായിക്കാൻ നിൽക്കുക. അതല്ലാതെ മര്യാദയ്ക്ക് സിനിമ കണ്ടവർ ഇതിനകത്ത് ആരുമില്ല.
അപ്പോൾ എമ്പുരാൻ സിനിമ നല്ലതായിരിക്കാം എന്ന് ഞാൻ കണ്ട സിനിമയാണ്. എന്നിരുന്നാലും അതിനകത്ത് പ്രത്യേകിച്ച് ഇതിനകത്ത് ഈ പറയുന്നതായ രീതിയിലുള്ള ഒരു വിവാദങ്ങൾക്ക് കാരണമാക്കിയിട്ടുള്ളത് ഈ സിനിമയുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രമാണ്. സിനിമയെ ഇപ്പം സിനിമയായി കാണണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു കലാസൃഷ്ടി എന്ന രീതിയിൽ തീർച്ചയായിട്ടും സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. പക്ഷെ അതിനെ നമ്മളൊരു കലാസൃഷ്ടിയായി കണ്ടുകൊണ്ട് നോക്കി കാണണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. മറിച്ച് അതിനെ വിവാദമാക്കുന്നത് പല രീതിയിലുണ്ട്. ചിലത് ബിസിനസ് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാദമായി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ കാണുന്നതിന് സൗകര്യം ഉണ്ടാവുന്നുണ്ട്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു സിനിമയിലൂടെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ നാടിൻ്റെ യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നൊരു കാര്യമാണ്. അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് തീർച്ചയായിട്ടും അത് പറയാനുള്ള ഒരു ആ രീതിയിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് അവകാശമുള്ള കാര്യമാണ്. അതിന് സിനിമയുടെ ഭാഗമാക്കി എത്രത്തോളം അത് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അതാണിപ്പോൾ വിവാദമായി പറയണത്. അപ്പം അങ്ങനെ ഒരു വിവാദം വന്നതിൻ്റെ പേരിൽ സിനിമയുടെ ആ പോർഷൻ മാറ്റിക്കളയണം എന്നുള്ള വാദം കൊണ്ടുവരുന്നതിനോട് യോജിപ്പില്ല. ഇപ്പോൾ പറയുന്നത് അങ്ങനെ മാറ്റണമെന്നൊന്നും പറഞ്ഞില്ല. സ്വയമേവ നിർമ്മാതാവും സംവിധായകനൊക്കെ അവരെല്ലാം ആ ടീം കൂടി ആലോചിച്ചിട്ട് മാറ്റിയതാണെന്നാണ് പറയുന്നത്. അല്ലെ മാറ്റാൻ തീരുമാനിച്ചാണെന്ന് പറയുന്നു. എന്തായാലും അങ്ങനെ നമ്മുടെ നാട്ടിൽ ഓരോ സിനിമേനെയും രാഷ്ട്രീയ മത വിശ്വാസപരമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു കലാസൃഷ്ടിയും കൊണ്ടുവരാൻ കഴിയില്ല. നമ്മുടെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആ കാലഘട്ടത്തിലെ സാമൂഹിക വിഷയങ്ങൾ തീർച്ചയായിട്ടും സിനിമയിലായാലും മറ്റ് കലാസൃഷ്ടികളിലും പ്രതിഫലിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്സിൻ്റെ ഒരു പ്രശ്നം. ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSS ഉൾപ്പെടുന്ന സംഘപരിവാര ശക്തികളാണ് അതിൻ്റെ ബാക്ക് ബോണായിട്ട് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാനും ഈ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനും സഹിഷ്ണുതയോടെ നോക്കിക്കാണാനൊന്നും ഉള്ള ഒരു കാഴ്ചപ്പാടുള്ളതല്ല. അതൊരു പഴയ ഒരു ഫാസിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരു ആശയമാണത്. അപ്പോൾ അവരുടെ ഇത്തരം വിമർശനങ്ങൾ വന്നാൽ അവരുടെ ആശയങ്ങൾക്ക് വലിയ പങ്കുണ്ടാവുമെന്നൊക്കെ കരുതുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ സന്ദേശം ആക്ഷേപഹാസ്യത്തിലൂടെ പൊളിറ്റിക്സിലെ മോശം വശത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക ചെയ്തത്. അതെല്ലാവരും വലിയ രീതിയിൽ ആസ്വദിച്ചല്ലേ കണ്ടത്. ആ ഒരു തീമിനകത്ത് എല്ലാ പൊളിറ്റിക്സിന് വന്നിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വന്നിട്ടുള്ള മൂല്യച്യുതിയും ഒക്കെ അതിനകത്ത് വിമർശിച്ചിട്ടുണ്ട്. അത് എല്ലാ പാർട്ടികളും അല്ലെങ്കിൽ എല്ലാ മനുഷ്യനും ആ ഹ്യൂമറിനെ ആ അളവിൽ കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്തത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ നമ്മുടെ പൊളിറ്റിക്സിലുണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികളിലുണ്ടാകുന്ന ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് ന്യായമായും വേണ്ട ഒരു കാര്യമാണ്. അത്തരം വിമർശനങ്ങൾ ഉണ്ടാവണം. ഒരാളും വിമർശനത്തിൻ്റെ അതീതരല്ല. കോടതി വിധികളെ പോലും നമുക്ക് വിമർശിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പോൾ വിമർശനം അങ്ങനെ അപകടമായൊരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഗുജറാത്ത് കലാപം വളരെ അപലപിക്കപ്പെട്ടതാണ് നമ്മുടെ ലോകവും നമ്മുടെ നാടും. അന്നത്തെ പ്രധാനമന്ത്രി തന്നെ വാജ്പേയി തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയോട് ഒരു ഭരണകർത്താവിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന് പറയുന്ന സാഹചര്യം വരെ എത്തിയതാണ് ആ കലാപം. അപ്പോൾ അപ്പോൾ ഇപ്പോൾ BJP-കാരൊക്കെ പറയുന്നത് ഞാൻ പല സ്ഥലത്തും കേട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കലാപം ഉണ്ടാകാൻ ഇടയായ കാര്യത്തെക്കുറിച്ച് പറയേണ്ടതെന്നാണ്. പക്ഷെ ഇത് അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കി അവതരിപ്പിക്കുകയല്ലല്ലോ. ഇത് ഒരു സിനിമയാണ്. ആ സിനിമയിൽ അവർക്ക് തോന്നിയ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ട കാര്യം എന്നതാണെന്ന് തോന്നി അവരത് കൊണ്ടുവന്നു. അതിനെ നമുക്ക് അതുകൊണ്ടൊക്കെ BJP അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നിടത്ത് എന്തെങ്കിലും തടസ്സം ഉണ്ടാവാം. ഇപ്പോൾ ഇവിടെ കേരള സ്റ്റോറി കൊണ്ടുവന്നില്ലേ. കേരള സ്റ്റോറിയുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഉള്ളടക്കവും ആ സിനിമ വിമർശിക്കപ്പെട്ടു. അനാവശ്യമായി തെറ്റായ രീതിയിലുള്ള ഒരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ വസ്തുതകളല്ലാത്ത ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. അത് വളരെ അതിശയോക്തിപരമായിട്ട് അവതരിപ്പിക്കുകയാണ്. അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് നീക്കം ചെയ്യണമെന്നൊന്നും ആരും പറഞ്ഞില്ല. നീക്കം ചെയ്യേണ്ട കാര്യമുള്ളതല്ല. അവരത് അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി തന്നെ അത് എല്ലാവരും കാണണമെന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നോക്കി കാണേണ്ടത്. അല്ലാതെ ഓരോ സിനിമയെയും ഓരോ കലാസൃഷ്ടിയെയും നോക്കി ഇങ്ങനെ അഭിപ്രായം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബഹിഷ്കരിക്കാനും വെട്ടിമാറ്റാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് കലാസൃഷ്ടി ചെയ്യാൻ നിൽക്കാൻ പറ്റിയ